ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेधि मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या सम्प्रदाय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम् श्रीगुरुभ्यो नमः। हरिः ओम्. എല്ലാ സാധകർക്കും പ്രണാമം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യ ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം. പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം ദ്വിതീയ മന്ത്രം. സഹോവാച ഗാർഹ്യഃ യഹ ഏവാഹ സഹ വാ ആദിത്യേ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിन् സംവദിഷ്ടാഃ അധിഷ്ഠാഃ സർവേഷു ഭൂതാനാം മൂർധാ രാജാ ഇതി വാ അഹമേതാം ഉപാസയിതി. സഹ യഃ ഏതം ഏവ ഉപാസ്തേ അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധാ രാജാ ഭവതി. തൃതീയ മന്ത്രം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അസൗ ചന്ദ്രേ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിन् സംവദിഷ്ടാഃ ബൃഹൻ പാണ്ഡരവാസാഃ സോമോ രാജ ഇതി വാ അഹം ഏതം ഉപാസയിതി. സഹ യഃ ഏതം ഏവ ഉപാസ്തേ അഹഃ സുതഃ പ്രസൂതോ ഭവതി ന അസ്യ അന്നം ക്ഷീയതേ. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അസൗ വിദ്യുതി പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിन् സംവദിഷ്ടാഃ തേജസ്വി ഇതി വാ അഹം ഏതം ഉപാസയിതി.
സഹ യഹ ഏതം ഏവം ഉപാസ്തേ തേജസ്വി ഹാ ഭവതി തേജസ്വിനി ഹാ അസ്യ പ്രജാ ഭവതി. വീഡിയോ തുറക്കാൻ സാധിക്കുന്നവർ തുറന്ന സന്തോഷം. നിങ്ങളെ കണ്ട് ദർശനേ പുണ്യം. ഹലോ, മനസ്സിലാകുന്നുണ്ടോന്ന് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് താല്പര്യമുള്ള ആ നമോ നാരായണ. നമുക്ക് അജാതശത്രു, ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാകി ഇവർ തമ്മിലുള്ള സംവാദം നമ്മൾ 4-ാമത്തെ മന്ത്രം വരെ എത്തി. 2-ാമത്തെ മന്ത്രത്തില് ഇവര് അജാതശത്രുവിനോടായി ബാലാകി ഉപദേശം പറഞ്ഞു. എന്തായിരുന്നു? ഞാൻ ഉപാസിക്കുന്നത് ആദിത്യനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അജാതശത്രു പറഞ്ഞു, ആദിത്യൻ എന്നത് ബ്രഹ്മനല്ല, ആദിത്യൻ എന്നതൊരു ദേവത മാത്രമാണ്. കാരണം ആദിത്യന് പ്രകാശിക്കാൻ സാധിക്കുന്നത് പരമാത്മാവ് ആദിത്യനിൽ ചൈതന്യ രൂപത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവയുടെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ പരമാത്മാവിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. അധിഷ്ഠ സർവേഷു ഭൂതാനാം അധിഷ്ഠാഹ സർവേഷു ഭൂതാനാം മൂർധ സർവേഷു ഭൂതാനാം രാജ. ആ ലക്ഷണങ്ങൾ കണ്ടു. 3-ാമത്തെ മന്ത്രത്തിൽ വീണ്ടും കുതർക്കത്തിനായിട്ട് വരികയാണ്. ആര്? അജാതശത്രുവിനോടായി ബാലാകി. എന്തു പറഞ്ഞു? ചന്ദ്രനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. വീണ്ടും അജാതശത്രു വേണ്ട, സംവാദം അവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. ചന്ദ്രന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. ബൃഹൻ പാണ്ഡരവാസാഹ സോമഹ രാജ, 4 ലക്ഷണങ്ങൾ പറഞ്ഞു. അതിന്റെ ഫലവും കണ്ടു. എന്തായിരുന്നു ഫലം? അഹഹ അഹഹ സുതഹ പ്രസൂതോ ഭവതി ന അസ്യ അന്നം ക്ഷീയതേ. അല്ലെ, നമ്മൾ പ്രൈമറി റിസൾട്ട് അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്നത്, മുഖ്യഫലം കണ്ടു. അല്ലെ, 2-ാമത് ഗൗണഫലം അല്ലെ അവാന്തര ഫലം, സെക്കൻഡറി റിസൾട്ടും കണ്ടു. അല്ലെ, കൂടുതൽ അതിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അല്ലെ, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി 4-ാമത്തെ മന്ത്രം. അവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഒന്നുകൂടെ പറയാം. വിദ്യുതിയെ ഉപാസിക്കാൻ പറഞ്ഞു. അതിനുശേഷമുള്ള ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ മുതൽ തേജസ്വി ഇതിവാ അഹം ഏത ഉപാസ ഇതി. അല്ലെ, അവിടെ തേജസ്വി എന്നതാണ് ബ്രഹ്മലക്ഷണം. ഓരോ മന്ത്രങ്ങളിലും അജാതശത്രു ഗാർഗ്യനോട് ബ്രഹ്മലക്ഷണങ്ങൾ പറഞ്ഞു. അതുപോലെ ഇവിടെ 4-ാമത്തെ മന്ത്രത്തിൽ അജാതശത്രു ഗാർഗ്യനോട് പറയുന്ന പരമാത്മ ലക്ഷണമാണ് തേജസ്വി എന്നത്. ശ്രദ്ധിക്കണേ, കാരണം ഒരു വാക്ക് വിട്ടുപോയാൽ പിന്നെ നമ്മൾക്ക് കണ്ടിന്യൂറ്റി പോകും. അതുകൊണ്ടാണ് ഇപ്പൊ തേജസ്വി എന്നിടത്ത് എന്തെഴുതണം? ബ്രഹ്മലക്ഷണം. നമ്മൾ മറ്റിടത്തൊക്കെ എഴുതിയതുപോലെ തന്നെ തേജസ്വി എന്നിടത്ത് എന്തെഴുതണം? ബ്രഹ്മലക്ഷണം. തേജസ്വി എന്നാൽ എന്താണ്? തേജസ്വരൂപിയായ പരമാത്മാവാണ് ഇവിടെ ഇടിമിന്നലിന് പ്രകാശം നൽകുന്നത്, അല്ലെങ്കിൽ ഇടിമിന്നലിന് അതിൻ്റെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് തേജോമയനായ പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് ഇടിമിന്നലല്ല ഈശ്വരൻ, അത് പരിമിതനാണ്. അതിന് ഒരു സമയത്ത് വന്നു പോകാനേ സാധിക്കൂ. അല്ലേ? അപ്പം പരമാത്മാവിനെ പരിമിതനായ ഒന്നിനോട് ഉപമിക്കരുതേ ഗാർഗ്യ. കാരണം ഈശ്വരൻ അപരിമിതനാണ്. അതുകൊണ്ട് എന്നോട് കൂടുതൽ സംവദിക്കാൻ വരണ്ട. എന്നിട്ട് അതിനുശേഷം പറയുന്നു, ആരാണോ ഈ തേജോമയനായിരിക്കുന്ന ചൈതന്യ സ്വരൂപനായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാറ്റിനും ചൈതന്യം നൽകുന്ന പരമാത്മാവിനെ ഉപാസിക്കുന്നത് അവർക്ക് എന്ത് ഫലമാണെന്നാണ് അടുത്തത്. സഹ യഹ ഏതമേവ ഉപാസ്തേ, ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് അവർക്ക് തേജസ്വി ഹാ ഭവതി. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് എന്തെഴുതണം? മുഖ്യഫലം. മുഖ്യഫലം എന്ന് വെച്ചാൽ പ്രൈമറി റിസൾട്ട്. ആരിങ്ങനെ ഉപാസിക്കുന്നോ അവർക്ക് കിട്ടുന്ന പ്രധാന ഫലം അതാണ്. എന്താണ്? തേജസ്വി ഹാ ഭവതി. ഹാ അവർ, ആര്? ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് അവർക്ക് എന്താണ്? തേജസ്വരൂപികളായി ഭവിക്കുന്നു, മാറുന്നു.
അവർക്ക് ഭവതി എന്നിടത്ത് നമ്മൾ എല്ലായിടത്തും കണ്ടതാ, ലഭതി, അവർക്ക് ലഭിക്കുന്ന റിസൾട്ടാണിത്. എന്താണ്? അവർ തേജോ സ്വരൂപികളായി മാറും. അർത്ഥമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്തത് എന്താണ്? തേജസ്വിനി ഹ അസ്യ, ഈ തേജസ്വികളായ ഉപാസകരുടെ പ്രജാഭവതി, അവരുടെ സന്തതി പരമ്പരകളും എന്താണ്? ഈശ്വര വൃത്തിയോട് അഭികാമ്യമുള്ളവരായി മാറും. അല്ലാണ്ട് അവരാരും ജീവൻ മുക്തരായി മാറുമെന്നല്ല അർത്ഥം. അല്ലെ, അവിടെ എന്താണ് എഴുതേണ്ടത്? തേജസ്വിനി ഹ അസ്യ പ്രജാഭവതി ഈസിക്കൽ ടു അവാന്തര ഫലം അല്ലെങ്കിൽ സെക്കൻഡറി റിസൾട്ട്. അല്ലെ, നമ്മൾ രണ്ടാമത്തെ മന്ത്രമാണ്. മൂന്നാമത്തെ മന്ത്രം മുതൽ ഈ രണ്ട് റിസൾട്ടും പറയുന്നുണ്ട്. ഫസ്റ്റ് കിട്ടുന്നതും സെക്കൻഡ് കിട്ടുന്നതും. അല്ലെ, അവാന്തര ഫലം എന്ന് വെച്ചാൽ എന്താണ്? ഇവര് ആഗ്രഹിക്കാതെ തന്നെ വന്നു ചേരുന്ന, നമ്മൾ പറയില്ലേ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാല് ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയില്ല, അത് ഒന്നെടുത്ത ഒന്ന് ഫ്രീ, ഇപ്പോഴത്തെ ഓഫറൊക്കെ ഇല്ല, അതുപോലെ. അതാണ് അവാന്തര ഫലം. നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ മുഖ്യഫലം കിട്ടും, പിന്നെ എന്താണ്? മുഖ്യഫലത്തിന് കൂടെ വന്നു ചേരുന്ന, നമ്മൾ പൈസ മുടക്കിയിട്ടോ അല്ലെ നമ്മൾ ഒന്നുമല്ല, ഫ്രീ ആയിട്ട് കിട്ടുന്ന, അതുപോലെ നമ്മൾക്ക് വന്നു ചേരുന്ന, അതായത് അത്രയും മഹത്വമാണിത്. നമ്മൾ ആഗ്രഹിക്കാതെ പോലും വന്നു ചേരും ഈ ഗുണങ്ങൾ എന്ന് യാജ്ഞവൽക്യ മഹർഷി ഓർമ്മിപ്പിക്കുകയാണ് നമ്മളോട്. അതുകൊണ്ടാണ് ഈ ഗൗണഫലം അല്ലെങ്കിൽ അവാന്തര ഫലം പറഞ്ഞു പോകും. ഇനി ഈ വാക്കുകൾ പരിചയമില്ലെങ്കിൽ, ഗൗണമെന്നും അവാന്തരം ഒന്നൊന്നും നിങ്ങൾക്ക് സുപരിചിതമില്ലെങ്കിൽ വിട്ടേര്, പ്രൈമറി റിസൾട്ട് എന്നും സെക്കൻഡറി റിസൾട്ട് എന്നും ഓർത്താൽ മതി. പക്ഷെ സംസ്കൃതം ഓർക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് അതുകൂടെ പറയുന്നേ ഉള്ളൂ. അതേ നമ്മൾ കണ്ടിരുന്ന എന്താണ്? അവരുടെ സന്തതി പരമ്പരകളും ഈശ്വര സംസ്കാരത്തോടു കൂടി, അല്ലെ, സാധനകളിലൂടെ, ഉപാസനകളിലൂടെ, അതിനുള്ള എന്താ പറയാ, ഒരു മനസ്സോടുകൂടിയായിരിക്കും അവരുടെ ജന്മവും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് 8 മണി കഴിഞ്ഞ് ചർച്ച ചെയ്യാം. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 5-ാമത്തെ മന്ത്രം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം ആകാശേ പുരുഷഃ. അല്ലേ? 5-ാമത്തെ മന്ത്രം ഏതായിരിക്കും? ആകാശപുരുഷൻ. അല്ലേ? അത്രേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി, അവിടെ വിരാമം, ഫുൾ സ്റ്റോപ്പ്. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം ആകാശേ പുരുഷഃ. പുരുഷഃ വിസർഗമുണ്ട് അവിടെ. പുരുഷഃ, വിദ്യുതി പുരുഷഃ എന്ന് നമ്മൾ പറഞ്ഞില്ല, അതുപോലെ ആകാശേ പുരുഷഃ, ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി വിരാമം. സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ. ഇനി അടുത്തത് ബ്രഹ്മലക്ഷണം. എന്താണ്? പൂർണ്ണം അപ്രവൃത്തി. ആ രണ്ട് വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് എന്തെഴുതണം? ബ്രഹ്മലക്ഷണം. അല്ലേ? പൂർണ്ണം ഒന്നാമത്തെ ലക്ഷണം, രണ്ടാമത്തെ ലക്ഷണം അപ്രവൃത്തി. പൂർണ്ണം അപ്രവൃത്തി. ഇതി എന്നുള്ളത് ലക്ഷണമല്ല, അവിടെ അവസാനിക്കുകയാണ്. രണ്ട് വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഇത് ബ്രഹ്മലക്ഷണമാകുന്നു, അത് ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. അതാണ് ഇതി, ഫുൾ സ്റ്റോപ്പ്. വാ അഹം ഏതം ഉപാസ ഇതി, ഇതിനെയാണ് ഞാൻ ഉപാസിക്കുന്നതെന്ന് പറയാം. അല്ലേ? അപ്പൊ ഇത് രണ്ടും അണ്ടർലൈൻ ചെയ്താൽ മാത്രം മതി. പൂർണ്ണം അപ്രവൃത്തി എന്നുള്ളത് അവിടെ എന്താ എഴുതേണ്ടത്? ബ്രഹ്മലക്ഷണം. അടുത്തത് സഹ യഹ ഏതം ഏവ ഉപാസ്തേ പൂര്യതേ പ്രജയാ പശുഭിഃ. പൂര്യതേ പ്രജയാ പശുഭിഃ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതണം, മുഖ്യഫലം എന്ന് എഴുതണം. പൂര്യതേ പ്രജയാ പശുഭിഃ, അവിടെ എന്താ എഴുതേണ്ടത്? മുഖ്യഫലം. ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്ന അവർക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രധാന ഫലം.
പൂര്യതേ പ്രജയാ പശുഭിः. അടുത്തത് ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ട് ഗൗണഫലം അല്ലെങ്കിൽ അവാന്തരഫലം എന്ന് എഴുതുക. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ എഴുതിക്കോളൂ. എന്താണ് ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതയുടെ അവിടെ എന്തെഴുതണം? അവാന്തരഫലം. ഒന്നുകൂടെ പറയാവേ, എഴുതിയത് ശരിയാണോ എന്ന് നോക്കുക. സഹോവാച ഗാർഹ്യഃ യഃ ഏവ അയം ആകാശേ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ. പൂർണ്ണം അപ്രവൃത്തി, ഇവിടെ ബ്രഹ്മലക്ഷണം എന്ന് എഴുതുക. ഇതി വാ അഹം ഏതം ഉപാസ ഇതി, അവിടെ ഫുൾ സ്റ്റോപ്പ്, വിരാമം. സഹ യഃ ഏതം ഏവ ഉപാസ്തേ പൂര്യതേ പ്രജയാ പശുഭിः, അവിടെ മുഖ്യഫലം എന്ന് എഴുതുക. പൂര്യതേ പ്രജയാ പശുഭിः എന്നുള്ളിടത്ത് മുഖ്യഫലം. അടുത്ത വാക്ക് ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ, അവിടെ അവാന്തരഫലം. പിന്നെ ഉദ്വർത്തത കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്, പൂർണ്ണ വിരാമം. ആ മന്ത്രം അവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഃ ഏവ അയം ആകാശേ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ. പൂർണ്ണം അപ്രവൃത്തി ഇതി വാ അഹം ഏതം ഉപാസ ഇതി സഹ യഃ ഏതം ഏവ ഉപാസ്തേ പൂര്യതേ പ്രജയാ പശുഭിः ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഃ ഏവ അയം ആകാശേ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ. പൂർണ്ണം അപ്രവൃത്തി ഇതി വാ അഹം ഏതം ഉപാസ ഇതി സഹ യഃ ഏതം ഏവ ഉപാസ്തേ പൂര്യതേ പ്രജയാ പശുഭിः ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു കാര്യം എഴുതിക്കോളൂ. സ്വാമിജിയുടെ മൃഡാനന്ദ സ്വാമിജിയുടെ ബുക്കിൽ മന്ത്ര 5 വ്യാഖ്യാനത്തിൽ പേജ് 124, പേജ് 124 5-ാമത്തെ മന്ത്രത്തിൽ അപ്രവൃത്തി എന്നല്ലേ, അപ്രവൃത്തി, അവിടെ അക്രിയാവാൻ എന്നൊരു വാക്ക് കണ്ടോ? അക്രിയാവാൻ എവിടെയോ ഉണ്ട്. അക്രിയാവാൻ, ഇത് കണ്ടോ? പൂർണ്ണൻ, ക്രിയയില്ലാത്തവൻ. അവിടെ നിഷ്ക്രിയൻ എന്നാണ് കേട്ടോ, അക്രിയാവാൻ എന്നല്ല, നിഷ്ക്രിയാവാൻ എന്നാണ്. അത് മാറ്റി നീ ആക്കുക. അങ്ങനെയാണ് സംസ്കൃത പദം, അങ്ങനെയാണ്. എന്ത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അതായത് അപ്രവൃത്തി എന്നുള്ളിടത്ത് ക്രിയയില്ലാത്തവൻ എഴുതാൻ ശരി തന്നെ, അതിനോട് കൂടെ ചേർന്ന് എഴുതുക നിഷ്ക്രിയാവാൻ. വേണ്ടവർ എഴുതിയാൽ മതി. പേജ് നമ്പർ 124 മൃഡാനന്ദ സ്വാമിജിയുടെ മലയാളം വ്യാഖ്യാനം. എന്താണ് അപ്രവർത്തൻ എന്ന് പറഞ്ഞാൽ? നിഷ്ക്രിയാവാൻ.
ഓക്കെ, നമുക്കിനി അതിലേക്ക് പോകാം. അഞ്ചാമത്തെ മന്ത്രം. അപ്പം ഇവർ തമ്മിലുള്ള സംവാദം തുടരുകയാണ്. അജാതശത്രുവിൻ്റെ അടുത്ത് ജയിക്കാൻ സാധിക്കുന്നില്ല ഗാർഗന്. അപ്പം ആ ചിത്രം ഉണ്ടായിരിക്കണം മനസ്സിൽ, ആ രംഗം ഉണ്ടായിരിക്കണം. അപ്പം അടുത്ത ആ അവാന്തര ഫലത്തിലെ ഇല്ല ഇല്ല, നാ അസ്മാതെന്നേ ഉള്ളു കേട്ടോ. ഇല്ല ഇല്ല, നാ അസ്മാത് ലോകാതെന്നേ ഉള്ളു. അത് തിരുത്തിക്കോളൂ കേട്ടോ. നാ അസ്മാത് ലോകാത് പ്രജ ഉദ്വർത്തതയെന്നേ ഉള്ളു കേട്ടോ. അത് ആ മന്ത്രം മുഴുവൻ എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലാണ്ട് സ്വാമിജിയെ നമസ്കരിക്കുന്നു. ഇതാണ് നാ അസ്മാത് ലോകാത് പ്രജ ഉദ്വർത്തതേ എന്നേ ഉള്ളു. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഒന്നുകൂടെ ചൊല്ലാം, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എന്തേലും മാറ്റമുണ്ട് തിരുത്തുക. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം ആകാശേ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച ജാതശത്രുഃ മാമാ ഏതസ്മിൻ സംവദിഷ്ടാഃ പൂർണ്ണം അപ്രവൃത്തി ഇതി. വാ അഹം ഏതം ഉപാസയിതി സഹ യഹ ഏതം ഏവ ഉപാസ്തേ പൂര്യതേ പ്രജയാ പശുഭിഃ ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. ഈ ശങ്കരാചാര്യന്റെ ഈ ഇതില് പശുഭി വേണ്ട വേണ്ട, അത് ശരിയാണ്. പശുഭിഹി വിസർഗം, അതാണ് നമ്മൾ ശങ്കര ഭാഷയാണ് നമ്മളും പഠിക്കുന്നത്. പശുഭിഹി വിസർഗം ഇടുക, അതിനുശേഷം കോമ ഇടുക, അതിനുശേഷം നാ എന്നെഴുതുക, അതിനുശേഷം അസ്മാതെന്ന് എഴുതുക. ഇല്ല ഇല്ല ഇല്ല, നാ. അപ്പൊ ഡബിൾ നെഗറ്റീവ് വരും, അതുകൊണ്ടാണ്. ഭാഷ ശരിയാണത്. നാ അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. ഓക്കെ, നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് പോകാം, നോക്കാം. അല്ലെ, എല്ലാവരും തിരുത്തിയെന്ന് വിചാരിക്കുന്നു. ഇത്രയും വലിയ പുസ്തകമല്ലേ അല്ലേ, അപ്പോൾ ഒന്ന് രണ്ട് വാക്കൊക്കെ അങ്ങനെ മാറിപ്പോകും. അതുകൊണ്ട് നമ്മളത് നമ്മളായിട്ട് തിരുത്തുക. സ്വാമിജിയുടെ പ്രശ്നമല്ല, മൃഡാനന്ദ സ്വാമിജിയെ നമസ്കരിക്കുക കേട്ടോ. സഹോവാച ഗാർഹ്യഃ, അല്ലേ, അജാതശത്രുവിനോടായി ഗാർഗ്യൻ പറഞ്ഞു. നിങ്ങൾ തന്നെ കമന്ററി എഴുതണം, ഇതൊക്കെ നമ്മൾ റിപ്പീറ്റേഷനാണ്. യഹ ഏവ അയം ആകാശപുരുഷഃ, അല്ലെ, അഞ്ചാമത്തെ മന്ത്രത്തിൽ എന്താണ് ഗാർഗ്യൻ അടുത്തത് പറയുന്നത്? അല്ലല്ലല്ല, ഞാൻ പറഞ്ഞതൊക്കെ മാറ്റി എൻ്റെ പ്രസ്താവനയൊക്കെ പിൻവലിച്ചിരിക്കുന്നു. എന്താണ് ഇനി പറയുന്നത്? ഞാൻ ആകാശപുരുഷനെയാണ്, അല്ലേ. അതായത് എന്തായിരിക്കും? ഈ ആകാശത്തിനെയാണ് ബ്രഹ്മനായി ഉപാസിക്കുന്നത്. ഇവിടെ ആകാശം എന്ന് വെച്ചാൽ എന്താണ്? ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി, ഇതിലെ പഞ്ചമഹാഭൂതത്തിലെ പ്രഥമഭൂതമായ ആകാശം. ഭൂതമൊക്കെ അറിയാലോ അല്ലേ, പഞ്ചമഹാഭൂതം അറിയാലോ, നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. അതിലെ ആകാശം, ആകാശം, വായു, അഗ്നി, ഇനി വരുന്നുണ്ട്, വായു, അഗ്നിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പഞ്ചമഹാഭൂതത്തിലെ പ്രഥമഭൂതമായ ആകാശത്തിനെയാണ് ഞാൻ പരമാത്മാവായിട്ട് ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞു. ഏതമേവ അഹം ബ്രഹ്മ ഉപാസ, ഞാൻ ഇതാണ് ബ്രഹ്മനായി. അപ്പം അജാതശത്രു പറയുകയാണ്. സഹോവാച അജാതശത്രു ഗാർഗ്യനോടായിക്കൊണ്ട് അജാതശത്രു പറഞ്ഞു. വീണ്ടും അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാനില്ല. എന്നാൽ നമുക്ക് ഒരാളിങ്ങനെ പറയുമ്പോൾ ഒരു ദയ തോന്നുക, അല്ലെങ്കിൽ വേണ്ട വിഷമിപ്പിക്കേണ്ട, അതൊന്നുമില്ല. ഒരേ ഡയലോഗ് തന്നെ അജാതശത്രു പറയുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ ഉറപ്പ് നോക്കൂ, ഞാൻ പഠിച്ചത് അല്ലെ, ഞാൻ ബ്രഹ്മനിഷ്ഠനാണെന്ന് നമ്മളെ കാണിക്കുകയാണ്. നീ പറഞ്ഞ ഒന്നും അല്ല ശരി, അല്ലേ. അതായത് ഈശ്വരൻ ആകാശത്തിൽ പരിമിതനല്ല. ആകാശം എന്നത് പഞ്ചമഹാഭൂതമാണല്ലേ. പഞ്ചമഹാഭൂത ഈശ്വര സൃഷ്ടിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ച്?
എവിടേക്കോ പഠിച്ചിട്ടുണ്ട്. തത്വബോധം മുതലേ പഠിക്കുന്നതാണ്. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് തൈത്തിരീയ ഉപനിഷത്തിൽ പറഞ്ഞതാണ് അല്ലേ, പഞ്ചമഹാഭൂത സൃഷ്ടിയിൽ. പിന്നെ പ്രശ്നോപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ഓർമ്മയുണ്ടാകും, പരമാത്മാവ് ആത്മനാ അനുപ്രവേശേ നാമരൂപേ വ്യാകരണവാണി. അതായത് പരമാത്മാവ് രണ്ടായി എല്ലാറ്റിനെയും സൃഷ്ടിച്ചു, മായയെ സഹിതനായി സൃഷ്ടിച്ചു. ആദ്യം സൃഷ്ടിച്ചത് സൂക്ഷ്മ സൃഷ്ടി, ശേഷം സ്ഥൂല സൃഷ്ടി, അതിൽ പഞ്ചമഹാഭൂതം, പിന്നെ ജീവാത്മാക്കള്, പിന്നെ നമ്മൾ ഓഷധികൾ, വനസ്പതികൾ, മനുഷ്യ തിര്യക്കാദികൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം പഞ്ചമഹാഭൂതത്തിനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈശ്വരൻ്റെ ഈ പഠിച്ചതൊക്കെ ഓർമ്മിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സൃഷ്ടിയാണ്. ഈശ്വരൻ സൃഷ്ടിച്ച ഒന്നാണ് ആകാശം, അല്ലാണ്ട് ആകാശം ഈശ്വരനല്ല. ശ്രദ്ധിക്കണേ, ഈശ്വരൻ അല്ലെ പരമാത്മാ സൃഷ്ടിച്ച ഒന്നാണ് ആകാശം, അല്ലാണ്ട് ആകാശമല്ല ഈശ്വരൻ അല്ലേ. ഈശ്വരൻ സൃഷ്ടിച്ച ഒന്നാണ് ആകാശം, അല്ലാണ്ട് ആകാശമല്ല ഈശ്വരൻ. ഇവിടെ എന്താണ് ഗാർഗ്യൻ പറഞ്ഞത്? ഞാൻ ആകാശത്തിനെയാണ് ഈശ്വരനായിട്ട് കാണുന്നത്, ആകാശമാണ് ബ്രഹ്മൻ. അപ്പൊ തന്നെ അത് കോൺട്രഡിക്റ്റ് ആയില്ലല്ലേ, അത് വിരോധം വന്നില്ലേ. അപ്പൊ അതുകൊണ്ട് എന്താണ്, അജാതശത്രുവിന് താൻ പഠിച്ച കാര്യത്തിൽ ദൃഢതയുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് വീണ്ടും വീണ്ടും പറയുന്നു, എന്നോട് കൂടുതൽ സംവാദത്തിന് വരണ്ട. കാരണം അത് പറയുന്നു. എന്താണ് കാരണം? പൂർണ്ണം അപ്രവൃത്തി. അങ്ങ് പറഞ്ഞ പരമാത്മാ പുരുഷൻ എന്താണ്? ആകാശ സ്വരൂപി മാത്രമല്ല. കാരണം അതിന് വിശദീകരണം പറയുകയാണ്, പൂർണ്ണനാകുന്നു. പൂർണ്ണൻ എന്ന് വെച്ചാൽ ആകാശം പൂർണ്ണമല്ലല്ലോ, പക്ഷെ പരമാത്മാവ് പൂർണ്ണമാണ്. ആകാശം പൂർണ്ണമല്ലെന്ന് വെച്ചാൽ സൃഷ്ടിച്ചതൊന്നും പൂർണ്ണമല്ല, അതിനൊക്കെ നാശമുണ്ട്. ഇവിടെ പൂർണ്ണം എന്നതുകൊണ്ട് പരമാത്മാവിനെ പറയുകയാണ് അവിനാശി എന്നാണ് ഈ സന്ദർഭത്തിൽ പൂർണ്ണം എന്ന വാക്കിന് അർത്ഥം. എഴുതിക്കോളൂ. പൂർണ്ണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് എന്നുള്ള അർത്ഥമാണ്. അതല്ല ഇവിടെ ഈ സന്ദർഭത്തിലെ അർത്ഥം. എന്താണ്? പരമാത്മാവ് അവിനാശിയാകുന്നു. അവിനാശി എന്ന് വെച്ചാൽ വിനാശമില്ലാത്തവൻ, നാശരഹിതൻ എന്നുള്ള അർത്ഥം. പൂർണ്ണൻ. ബ്രഹ്മലക്ഷണം പറഞ്ഞു. അപ്പം ആകാശത്തിന് നാശമുണ്ട്, കാരണം ആകാശം ഈശ്വരനാൽ സൃഷ്ടിതമാണ്. സൃഷ്ടിച്ചതൊക്കെ ഒരു സമയത്ത് ഭഗവാൻ അതിനെയൊക്കെ ഇല്ലാണ്ടാക്കും. മഹാപ്രളയം വരുമ്പോൾ ആകാശം പോവും, വായു പോവും, അഗ്നി പോകും, പൃഥിവി പോവും, സർവ്വതും നശിക്കും. അതുകൊണ്ട് ആകാശമല്ല ഈശ്വരൻ, പരമാത്മാവ് ആരാണ്? അവിനാശിയാണ്, സൃഷ്ടിക്കൊക്കെ അപ്പുറത്തുള്ളതാണ്. അല്ലെ, മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ആകാശനാണ് ഈശ്വരനെന്ന് ഗാർഗ്യൻ പറയുന്നു. അജാതശത്രു അതിനെ ഖണ്ഡിക്കുന്നു. എങ്ങനെ ഖണ്ഡിക്കുന്നു? ഞാൻ ഉപാസിക്കുന്ന ഈശ്വരൻ എന്താണ്? അപരിമിതനാണ്. ആ ലക്ഷണങ്ങൾ പറയുന്നു. പൂർണ്ണനായ അപ്രവൃത്തനായ ഈശ്വരനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. കാരണം ആകാശമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മഹാഭൂതം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സൃഷ്ടി ആയിക്കോട്ടെ, അതിനൊക്കെ നാശമുണ്ട്. പരമാത്മാവ് അവിനാശിയാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ എന്താണ് പൂർണ്ണം എന്നതുകൊണ്ട് പറയുന്നത്? ഞാൻ ഉപാസിക്കുന്ന, അജാതശത്രു പറയുകയാണ്, ഞാൻ ഉപാസിക്കുന്ന ഈശ്വരൻ നാശരഹിതനാണ്, അതുകൊണ്ട് ഞാൻ പൂർണ്ണൻ എന്ന് വിളിക്കുന്നു അതിനെ. ഇത്രയേ ഉള്ളൂ. പൂർണ്ണം എന്നാൽ എഴുതിക്കോളൂ, അവിനാശി. അടുത്തത് എന്താണ്? അപ്രവൃത്തി. അപ്രവൃത്തി എന്ന് വെച്ചാൽ നിഷ്ക്രിയാവാനെന്നാണ്. ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്നവൻ എന്നാണ് അടുത്ത ലക്ഷണം പറയുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കരുത് ഈശ്വരൻ അയ്യോ ലേസി ഫെലോയാണ്, ഭഗവാൻ എന്താണ് പ്രവൃത്തി ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ കുത്തിരിക്കുകയാണെന്നല്ല അർത്ഥം. എന്താണ്? ഏതു പ്രവൃത്തിക്കും ആധാരഭൂതൻ എന്നാണ്. നിഷ്ക്രിയാവാൻ. നമ്മളെ ഈ ചരാചരത്തിലുള്ള ഏത് ജീവിക്കും
പ്രവർത്തിക്കുവാനുള്ള ഇന്ധനം, ഊർജം, അത് പരമാത്മാവാണ്. ഇപ്പൊ നമ്മുടെ കൈയും കാലും പ്രവർത്തിക്കുന്നു ചൈതന്യമുള്ളത് കൊണ്ടാണല്ലേ. ഏത് ജീവിയുടെ ആയിക്കോട്ടെ, അവയ്ക്ക് അവയുടെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് ഈശ്വരൻ. പക്ഷെ എന്താണ്, അതിനോടൊന്നും ഒരു ഒട്ടലുമില്ല. അതുകൊണ്ടാണ് അപ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരാളുടെ തലയ്ക്കിട്ട് അടിക്കുകയാണ്, എൻ്റെ കയ്യിൽ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഒരാളുടെ തലയ്ക്കിട്ട് അടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാനത് അധർമ്മമാണ് ചെയ്തത്. അയ്യോ, അപ്പൊ എന്താണ്, എനിക്കാണ് അതിൻ്റെ പാപം കിട്ടുക, അല്ലാണ്ട് അയ്യോ എൻ്റെ കയ്യിലുള്ള ചൈതന്യത്തിനല്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു നല്ല വാക്ക് സംസാരിക്കുകയാണ്, എൻ്റെ വാഗേന്ദ്രിയത്തിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ് എനിക്ക് നല്ല വാക്ക് സംസാരിക്കാൻ കിട്ടും. അപ്പോൾ എനിക്ക് പുണ്യം വരികയാണ്. ഞാൻ നല്ല പ്രവൃത്തി ചെയ്തു, നല്ല സംസാരിച്ചു, അല്ലേ, എനിക്ക് പുണ്യം വരും. ആ ക്രെഡിറ്റ് ഞാനാ എടുക്കണ്ടേ, അല്ലാണ്ട് എൻ്റെ വാഗേന്ദ്രിയത്തിലിരിക്കുന്ന ഈശ്വരനല്ല ക്രെഡിറ്റ് പോകുന്നു. ഞാൻ പുണ്യം ചെയ്താലും പാപം ചെയ്താലും എനിക്കാണ്. പക്ഷെ ഇത് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ഉള്ളിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിഷ്ക്രിയാവാൻ എന്ന് പറയുന്നത്. എല്ലാ പ്രവൃത്തിക്കും സാക്ഷിയായിരിക്കുന്നു, പക്ഷെ ആ പ്രവൃത്തിയോടൊന്നും ഒട്ടലില്ല. അത് അവതാരങ്ങളും എടുത്തോളൂ, കൃഷ്ണാവതാരം ആയിക്കോട്ടെ, ഏത് അവതാരം ആയിക്കോട്ടെ, എന്തൊക്കെ ധർമാധർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു അല്ലെ അവതാര പുരുഷന്മാര്. പക്ഷെ അവർക്ക് അതിൻ്റെ പുണ്യവുമില്ല പാപവുമില്ല, ഇതൊന്നും അവർക്ക് വേണ്ട. അതുകൊണ്ട് ഇവിടെ അപ്രവൃത്തവാൻ എന്ന് പറയുന്നു. അല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ 2 ലക്ഷണങ്ങളോട് കൂടിയ ഈശ്വരനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അല്ലാണ്ട് നീ പറഞ്ഞ പരിമിതനായ ആകാശത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ആളല്ല ഈശ്വരൻ. കാരണം ആകാശത്തിൽ ഒതുങ്ങിയിരുന്നാൽ ഈശ്വരൻ നാശത്തെ അടയുന്ന ആളാണ്. പരമാത്മാവ് നാശരഹിതനായതുകൊണ്ട് ഞാൻ ഒരിക്കലും ആകാശമായിട്ട് ഉപാസിക്കില്ല. അങ്ങനെ ഉപാസിച്ചാൽ അധോഗതിയാണ് ഫലം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത്, എങ്ങനെ, സഹയഹ ഏതമേവ ഉപാസ്തേ, അതായത് ഞാൻ പറഞ്ഞ പോലെ അവിനാശിയായ നിഷ്ക്രിയനായ ഈശ്വരനെ ആരാണോ ഉപാസിക്കുന്നത് അവർക്ക് എന്ത് ഫലം, അവർക്ക് കിട്ടുന്ന ഫലമാണ് പൂര്യതേ. പൂര്യതേ എന്ന് വെച്ചാൽ അവിടെ എഴുതിക്കോളൂ. പൂര്യതേ എന്ന് വെച്ചാൽ പൂർണ്ണനാകുക എന്നല്ല അർത്ഥം, അഭിവർത്തത എന്നാണ്. പൂര്യതേ എന്ന വാക്ക് അവിടെ എഴുതിക്കോളൂ, അഭിവർത്തതേ. പൂര്യതേ എന്ന വാക്കിന്റെ അർത്ഥം അഭിവർത്തതേ. പേജ് 124. പൂര്യതേ എന്ന വാക്കിന്റെ അവിടെ എഴുതുക അഭിവർത്തതേ. അഭിവർത്തത എന്ന് വെച്ചാൽ അഭിവർത്തനം ഉണ്ടാകുന്നു. എന്തിൻ്റെയൊക്കെ അഭിവർത്തനം? എന്താണ് അവർക്ക് കൂടുതൽ ഉണ്ടാകുക? പ്രജയാ പശുഭിഹി, അവർക്ക് സന്തതി പരമ്പരകളും ധാരാളം പശുക്കളും. അതാണ് പ്രജയ എന്ന് വെച്ചാൽ പുത്ര പൗത്രാദി പ്രജയ. അതാണ് പ്രജ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തതി പരമ്പര. അവരുടെ കുലം തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു വന്ധ്യാമാതാവ് ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. പ്രജയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന വന്ധ്യാമാതാ കുലം ജനനി, അതായത് ആ കുലത്തിൽ ഒരു വന്ധ്യാമാതാവ് ജനിക്കുകയില്ല. അവർക്ക് എല്ലാ തലമുറകളിലും എന്താണ് പുത്രപൗത്രാദികൾ ധാരാളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ. ഉള്ളവർക്ക് അതിൻ്റെ ദുഃഖം, ഇല്ലാത്തവർക്ക് അതിൻ്റെ ദുഃഖം. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ കിട്ടുന്ന ഫലം അജാതശത്രു പറയുകയാണ്. ഉപാസനയുടെ ഫലം അത്രമാത്രം വിശേഷമാണ്. ഇല്ലാണ്ടാവുമ്പോഴേ അതിൻ്റെ ദുഃഖം അറിയുള്ളൂ. അപ്പം അങ്ങനെ ഒരു ദുഃഖം ആ കുലത്തിനുണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ. അപ്പം എന്താണ് പൂര്യത? പൂര്യത എന്ന് വെച്ചാൽ എന്താണ്? വർദ്ധത, ധാരാളം, പ്ലെന്റി എന്നുള്ള അർത്ഥമാണ് പൂര്യത എന്ന വാക്കിന്. ധാരാളം, ഒന്നിനു പകരം 10 കുട്ടികളെ അല്ലേ.
പിന്നെ അടുത്ത എന്താണ്? പൂര്യതേ എന്നുള്ള വാക്ക് പശുഭിഹിയുടെയും കൂടെ ചേർക്കണം. പൂര്യതേ പ്രജയാ പൂര്യതേ പശുഭിഹി. എന്താണ്? പൂര്യതേ പ്രജയാ പൂര്യതേ പശുഭിഹി. അപ്പൊ ധാരാളം പ്രജകള്. പിന്നെ എന്താണ്? ധാരാളം പശുഭിഹി. പശുഭിഹി ബഹുവചനാണ്. എന്താണ്? ധാരാളം പശുക്കൾ. അതായത് പണ്ടത്തെ കാലത്ത് പശു എന്നത് സമ്പത്തിന്റെ പ്രതീകമാണ്, അല്ലെ? ഇത് യാജ്ഞവൽക്യ മഹർഷി നമ്മൾ പഠിക്കുന്ന ത്രേതായുഗത്തിലാണ് ബൃഹദാരണ്യോപനിഷത്ത് പഠിപ്പിച്ചത്. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് നമ്മളും പോണം. ഈ കാലഘട്ടത്തിൽ ഇരുന്ന് പശു എന്തിനാന്ന് ചിന്തിക്കരുത്. യാജ്ഞവൽക്യ മഹർഷി പഠിപ്പിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മൾ സൂക്ഷ്മമായി വിദ്യാർത്ഥികളായി ഇരുന്ന് പഠിക്കുന്നത്. അപ്പം പശു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സമ്പത്ത് അഭിവർത്തതേ. സമ്പത്ത് അഭിവർത്തതേ. അവർക്ക് ധാരാളം സമ്പത്തുകൾ. ഒരിക്കലും അവരുടെ കുലത്തില് സമ്പത്തിനൊരു ച്യുതി ഉണ്ടാവില്ല. അത് ദിവസം പ്രതി കൂടിക്കൊണ്ടേയിരിക്കും. അതാണ്. കുബേരരാജൻ മൂപ്പരുടെ സിംഹാസനമൊക്കെ ഒഴിച്ചിട്ട് ആരാണോ ഈ ഉപാസന ചെയ്യുന്ന ഉപാസകന്റെ കൂടെ പോകുന്നത്. അങ്ങനെ. അതായത് അവർക്ക് ദാരിദ്ര്യാദി ദുഃഖങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. പൂര്യതേ പ്രജയാ പശുഭിഹി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? കാരണം നമ്മുടെ സമയവും ശരീരവും ഒക്കെ എന്താണ്? കൂടുതൽ ഉപാസനയ്ക്ക് വേണ്ടി അവർ ചെലവഴിക്കും. അല്ലെങ്കിൽ സമ്പത്താദികൾക്ക് ധനധാന്യാദികൾക്ക് വേണ്ടി സമയവും ശരീരവും മാറ്റിവെക്കേണ്ടതായി വരില്ല. എപ്പോഴും അവർക്ക് ഉപാസന ചെയ്യുവാനുള്ള അനുകൂല സാഹചര്യം ആ കുലത്തിലുണ്ടാകും. ഉപാസന ചെയ്യുവാനുള്ള സന്തതി പരമ്പരകളും ജനിക്കും. അതിനുള്ള സാഹചര്യവും ആ കുലത്തിലുണ്ടാകും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അത് അധാർമികമായി ഉപയോഗിക്കുമെന്നല്ല, അല്ലെ അത് ദുർനടപ്പിനായിട്ട് മാറ്റുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ അനുകൂല സാഹചര്യമുള്ള കുലം അത് ഏറ്റവും പ്രാധാന്യമാണ്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അല്ലെ? നമ്മള് വളരെ ഭോഗത്തിന്റെ നടുക്കിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉപാസനയോ അല്ലെ ഈശ്വരനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. വളരെ ദുഃഖത്തിന്റെ നടുക്കിരിക്കുകയാണെങ്കിലും സാധിക്കില്ല. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പ്രതികൂലമായ കാലാവസ്ഥയും ഈ ഉപാസകനെ ബാധിക്കില്ല. അങ്ങനെയുള്ള സന്തതികളും ജനിക്കുമ്പോഴേ കുട്ടിക്ക് എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. എന്ത്? ഉപാസന. എന്താണോ മാതാപിതാക്കൾ ചെയ്യുന്നത് അത് തുടരുക. അവരോട് ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ കാണുന്നതാണ്, ചുറ്റുപാടും കാണുന്നതാണ്, അല്ലേ? അങ്ങനെയൊന്നുമുള്ള ദുഃഖം ബാധിക്കില്ല കുലത്തിന്. അവരുടെ സന്തതി പരമ്പരയും ഇതിന് ഉപാസകരായി തന്നെ മാറും. അതിൽ കൂടുതൽ എന്ത് സുഖാ വേണ്ടത്, അല്ലെ? നമ്മൾ ചെയ്യുന്ന ഉപാസനയെ തുടരുവാനുള്ള സന്തതികൾ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷാണല്ലേ? അതിവിടെ പറയുന്നു. അതാണ് മുഖ്യഫലം. അടുത്തത് എന്താണ്? ന അസ്മാത് ലോകാത് പ്രജാ ഉദ്വർത്തതേ. എന്ന് വെച്ചാൽ എന്താണ്? വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറയുകയാണ്. ന അസ്മാത് ലോകാത്. അതായത് ന അസ്മാത്, ഈ അസ്മാന്ന് വെച്ചാൽ ഈ ലോകത്ത്, ഉപാസന ചെയ്യുന്ന ഉപാസകന്റെ ഈ ലോകത്ത് നിന്ന് എന്താണ്? അവരുടെ പ്രജകള് അറ്റുപോവില്ല. ഉദ്വർത്തതേ നമ്മൾ കണ്ടില്ലേ? പൂര്യത എന്ന വാക്കിന്റെ പര്യായം തന്നെയാണ് ഉദ്വർത്തതേ എന്നത്. അതായത് എൻ്റെ അർത്ഥം എന്താണ്? അവരുടെ അദ്ദേഹം ഉപാസന തുടർന്നുകൊണ്ടേയിരിക്കുക, ശരീരം ഉപേക്ഷിക്കുക. അതിനുശേഷം എന്താ? അടുത്ത തലമുറ അത് ഏറ്റെടുക്കും. ആ ഉപാസന തുടർന്നുകൊണ്ടേയിരിക്കും. ആ സന്തതി പരമ്പരകൾ, ഉപാസകരായിട്ടുള്ള സന്തതി പരമ്പരകൾ അറ്റുപോവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അസ്മാത് ലോകാത് എന്നാണ് പ്രജാ ഉദ്വർത്തത. ഒരിക്കലും അവരുടെ പ്രജകള് ഈ ഉപാസനയിൽ നിന്നും കീഴ്പോട്ട് പോവില്ല. അവർക്ക് വളർച്ചയേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അവരെ തേടി ഈ പശുപക്ഷ്യാദി ധനധാന്യാദി ഫലങ്ങൾ തേടി വരും.
അതാണ് ഉദ്ദേശിക്കുന്നത്. ന അസ്മാത് ലോകാത് പ്രജ ഉദ്വർത്തതേ. അവരുടെ കുലം തുടർന്നുകൊണ്ടേയിരിക്കും. എങ്ങനെ തുടരും? ഉപാസകരായി തന്നെ തുടരും. പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പൂര്യതേ പ്രജയാന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ന അസ്മാത് ലോകാത് പ്രജ ഉദ്വർത്തതേ. അത് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. അവരുടെ കുലത്തിൽ ഒരു ഉപാസകൻ ഉണ്ടെങ്കിൽ ആ ഉപാസനയുടെ ഫലം അവരുടെ തലമുറകളോളം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അജാതശത്രു. അഞ്ചാമത്തെ മന്ത്രം എന്താണ് താല്പര്യം? ഒന്നുകൂടെ പറയാം. അഞ്ചാമത്തെ മന്ത്രം അജാതശത്രുവിനോട് ഗാർഗ്യൻ പറയുന്നു, ഞാൻ ആകാശ പുരുഷനെയാണ് ഉപാസിക്കുന്നത്, അല്ലെങ്കിൽ ആകാശം കാണുമ്പോഴാണ് എനിക്ക് ഈശ്വരനെ ഉപാസിക്കാൻ പറ്റുന്നത് എന്ന് പറയുകയാണ്. അപ്പം അതിനെ ഖണ്ഡിക്കുന്നു അജാതശത്രു. കാരണം ആകാശം പരിമിതമാണ്, ഞാൻ അപരിമിതനായ ഈശ്വരനെയാണ് ഉപാസിക്കുന്നത്. ആര് ഇതുപോലെ ഉപാസിക്കുന്നോ അവർക്ക് കിട്ടുന്ന ഫലവും പറഞ്ഞു അജാതശത്രു. അപ്പോൾ ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. അടുത്തത് പറയുന്നു, ആറാമത്തെ മന്ത്രം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം വായോ പുരുഷഃ. അല്ലേ? പഞ്ചമഹാഭൂതം കണ്ടോ, തുടങ്ങി ഇവിടെ. ആകാശം പ്രഥമഭൂതം, വായു എന്താണ് അപ്പോൾ ദ്വിതീയ ഭൂതം. വായോ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ. ഫുൾ സ്റ്റോപ്പ് അവിടെ. സംവദിഷ്ടാഃ ഇന്ദ്രോ വൈകുണ്ഠഃ. ഇന്ദ്രോ വൈകുണ്ഠഃ. അത് കഴിഞ്ഞ് ഒരു കോമയുണ്ട്. ഇന്ദ്രോ വൈകുണ്ഠഃ കോമ. അത് കഴിഞ്ഞ് അപരാജിതാഃ സേന. അവിടെയും കോമ. അപരാജിതാഃ, ജിതാഃ ഉണ്ട്, വിസർഗമുണ്ട് കേട്ടോ. അപരാജിതാഃ, അപരാജിതാഃ സേന. ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേന ഇതി വാ അഹം ഏതം ഉപാസ ഇതി. ഫുൾ സ്റ്റോപ്പ്. സഹ യഹ ഏതം ഏവ ഉപാസ്തേ ജിഷ്ണുഃ അപരാജിഷ്ണുഃ ഭവതി. ജിഷ്ണുഃ അപരാജിഷ്ണുഃ ഭവതി അന്യതസ്ത്യാജ്യായി. അന്യതസ്ത്യാജ്യായി ഒറ്റ വാക്കാണേ. അന്യതസ്ത്യാജ്യായി. ഒന്നുകൂടെ പറയാവേ. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം വായോ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസ ഇതി. ഇതി ഫുൾ സ്റ്റോപ്പ്. സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ. അവിടെയും ഫുൾ സ്റ്റോപ്പ്. ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാ സേന. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് എന്തെഴുതണം? ബ്രഹ്മലക്ഷണഃ. അല്ലെ, ബ്രഹ്മലക്ഷണം എന്നും എഴുതാം, മകാരം ഉച്ചരിക്കാം. ബ്രഹ്മലക്ഷണം. ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേന. അവിടെ ഹൈലൈറ്റ് ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ബ്രാക്കറ്റ് ചെയ്യുകയോ എന്തെങ്കിലും സൗകര്യാർത്ഥം ചെയ്യുക. ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേന ഇതി വാ അഹം ഏതം ഉപാസ ഇതി. ഇതി അവിടെയും ഫുൾ സ്റ്റോപ്പ്. കഴിഞ്ഞ് അടുത്ത സെന്റൻസ് സഹ യഹ ഏതമേവ ഉപാസ്തേ. അത് കഴിഞ്ഞ് അണ്ടർലൈൻ ചെയ്യുക ജിഷ്ണുഃ അപരാജിഷ്ണുഃ ഭവതി. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ട് മുഖ്യഫലം എന്ന് എഴുതുക. ജിഷ്ണുഃ
അപരാജിഷ്ണുഹു ഭവതി എന്നെഴുതിയിട്ട് മുഖ്യഫലം. ജിഷ്ണുഹു അപരാജിഷ്ണുഹു ഭവതി കോമ അടുത്ത വാക്ക് അന്യസ്തസ് ത്യാജ്യായി. അന്യഹ തത് ത്യാജ്യായി എന്നാണ്. ഒരുമിച്ച് പറയാം. അന്യതസ് ത്യാജ്യായി എന്നെഴുതിയിട്ട് അവിടെ എന്തെഴുതണം? ഗൗണഫലം അല്ലെ അവാന്തര ഫലം എന്ന് എഴുതുക. സെക്കൻഡറി റിസൾട്ട്. അന്യതസ് ത്യാജ്യായി ഫുൾ സ്റ്റോപ്പ്. ഒരുമിച്ച് ചൊല്ലാം. എഴുതിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് എപ്പോഴേലും സമയം കിട്ടുമ്പം മന്ത്രം വേറെ ബുക്കിൽ എഴുതണം കേട്ടോ. കാരണം ഇതുപോലെ അന്വയിച്ച് പദം ഛേദിച്ച് എഴുതണം. കാരണം നമ്മൾ പാരായണം ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇപ്പോൾ പുസ്തകത്തിലെ പോലെ പാരായണം ചെയ്യാൻ പറ്റില്ല. കാരണം അത് അന്വയമില്ല, കൂട്ടക്ഷരത്തിലാണ്. കൂട്ടക്ഷരത്തിൽ എഴുതി പാരായണം നമ്മൾ അങ്ങനെ അല്ലല്ലോ ചെയ്യാറ്, മറ്റുള്ള ഉപനിഷത്തുകളൊക്കെ പോലെ തന്നെ. അപ്പോൾ സമയം പോലെ നമ്മൾ ദിവസവും 2 മന്ത്രമേ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമയം പോലെ ഒരു 5 മിനിറ്റ് മതി അതിന് അന്വയിച്ച് വേറൊരു ബുക്കിൽ ഒരു സാധനയായി കണ്ട് യാജ്ഞവൽക്യ മഹർഷിക്കുള്ള ദക്ഷിണയായി കണ്ട് സമർപ്പിക്കണം എല്ലാവരും. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം വായൗ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേനാ ഇതി വാ അഹമേത ഉപാസയിതി. സഹ യഃ ഏതമേവ ഉപാസ്തേ ജിഷ്ണുഃ അപരാജിഷ്ണുഃ ഭവതി അന്യതസ്ത്യാജ്യായി. ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അയം വായൗ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ ഇന്ദ്രോ വൈകുണ്ഠഃ അപരാജിതാഃ സേനാ ഇതി വാ അഹം ഏതം ഉപാസയിതി. സഹ യഃ ഏതമേവ ഉപാസ്തേ ജിഷ്ണുഃ അപരാജിഷ്ണുഃ ഭവതി അന്യതസ്ത്യാജ്യായി. ഇവിടെ അടുത്ത എന്തായിരിക്കും? വായൗ പുരുഷഃ. ഗാർഗ്യം പറയുകയാണ്, ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇത്രയും പറഞ്ഞതൊക്കെ കളവാണ്. ഞാൻ ഉപാസിക്കുന്നത് ആരെയാണ്? വായുവിനെയാണ്, വായുദേവതയാണ്. അല്ലെങ്കിൽ പഞ്ചമഹാഭൂതത്തിലെ ദ്വിതീയ ഭൂതമായ വായുവിനെയാണ് ഞാൻ ബ്രഹ്മനായി ഉപാസിക്കുന്നത്. അപ്പൊ എന്ത് പറഞ്ഞു? സംവദത്തിന് വരണ്ട അല്ലെ. എന്നിട്ട് പറയുന്നു, നമുക്ക് അടുത്തതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് അല്ലെ. ബാക്കിയൊക്കെ റിപ്പീറ്റേഷൻ ആണ്. എന്താണ് പറയുന്നത്? പരമാത്മാവ് വായു എന്ന മഹാഭൂതത്തിൽ ഒടുങ്ങുന്നയാളല്ല. പിന്നെ ആരാണ് ഈശ്വരൻ? ഇന്ദ്രഃ, ഇന്ദ്രനാകുന്നു. ഇന്ദ്രൻ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, നേതാ എന്നാണ് ഇന്ദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയ്യതേ ഇത്യാദി മന്ത്രങ്ങളില്ലേ അല്ലെ. ഇന്ദ്രൻ എന്ന് വെച്ചാൽ നേതാ അല്ലെ. അപ്പൊ ദേവേന്ദ്രൻ ആരാണ്? ദേവതകളുടെ നേതാവായതുകൊണ്ടാണ് ദേവേന്ദ്രൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ യതീന്ദ്ര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നരേന്ദ്രൻ, നരേന്ദ്രൻ ആരാണ്? നരന്മാരുടെ നേതാവിനെയാണ് നരേന്ദ്രൻ എന്ന് വിളിക്കുന്നത്. നരൻ ആരാ? മനുഷ്യൻ അല്ലെ. യതീന്ദ്രൻ, യതികളുടെ, യതി ആരാ? സന്യാസി. സന്യാസികളുടെ നേതാവിനെ എന്ത് വിളിക്കും? യതീന്ദ്രൻ അല്ലെ. അപ്പൊ ഇന്ദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നേതാ. മലയാളത്തിൽ പറഞ്ഞ നേതാവ് അല്ലെ. ഞാൻ ഉപാസിക്കുന്ന ആരാണ്? എല്ലാ മഹാഭൂതങ്ങളുടെയും നേതാവായിരിക്കുന്നവൻ ആ പരമാത്മാവിനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അല്ലാണ്ട് വായു എന്ന ഈശ്വര സൃഷ്ടിയായ മഹാഭൂതത്തിൽ ഒതുങ്ങുന്നയാളല്ല ഈശ്വരൻ. ഈശ്വരന്റെ സൃഷ്ടിയാണ് വായു എന്ന ദേവത, അല്ലാണ്ട് വായു അല്ല ഈശ്വരൻ.
നമ്മളുടെ കണ്ണും തുറപ്പിക്കുകയാണ്. നമ്മൾക്കൊക്കെ ഇപ്പോഴില്ലായിരിക്കും, പക്ഷെ എപ്പോഴെങ്കിലും അല്ലെ നമ്മുടെ ചുറ്റുപാടും കാണാം അല്ലെ, ഭഗവാൻ കൃഷ്ണനെ മാത്രം ആരാധിച്ചാലേ മോക്ഷം കിട്ടൂ അല്ലെ, അല്ലെങ്കിൽ ശാക്തേയർ പറയും അത് മാത്രമാണ് ശരി. ഇപ്പോഴും അടി നടക്കുന്നത് നമ്മൾ കാണുന്നില്ല അല്ലേ. ശൈവർ പറയും ശിവൻ മാത്രമേ ഉള്ളൂ, അവർക്ക് വിഷ്ണു എന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. വൈഷ്ണവ ഭോജനാലയത്തിന് പോലും അവർ കയറില്ല. അവർ വൈഷ്ണവ ഭോജനാലയങ്ങൾ കാണില്ലേ, അവര് കയറില്ല ശൈവര്. പക്ഷെ വൈഷ്ണവരും അങ്ങനെ തന്നെ. വൈഷ്ണവര് പറയണ എന്താണ്, വിഷ്ണു മാത്രമേ ഉള്ളൂ, ശിവൻ എന്ന ആളില്ല, അല്ലെങ്കിൽ മറ്റു ദേവതകളൊക്കെ. ഭഗവാന്റെ പല രൂപമാണ്, പല ധർമ്മത്തിന് വേണ്ടി പല അവതാരങ്ങൾ എടുത്തതാണ്. ഒരാളാണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല, പരിമിതമാണ് ബുദ്ധി. ആ ആള് തന്നെയാണ് ഇവിടെ ആര്, ഗാർഗ്യൻ. നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഗാർഗ്യന്മാർ, അൺസ്റ്റേബിൾ ആയിട്ടുള്ളവർ. അത് കാരണം പെട്ടെന്ന് ഫലം കിട്ടുവാനായിട്ട് അവരെന്താണ് അതിനു വേണ്ടിയുള്ള ക്രിയാദി ഉപാസനാദികൾ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ ആവരുതെന്ന് കാണിച്ചു തരാനായിട്ടാണ് ഈ കഥയും കഥാപാത്രവും. എന്തിനാണ് നമുക്ക് അജാതശത്രു? ഇതിനു വേണ്ടിയാണ്. നമ്മൾ പരിമിതനായി ഈശ്വരനെ ആരാധിക്കരുത്, എങ്കിൽ നമുക്ക് മോക്ഷം എന്ന ഫലം കിട്ടില്ല, ബാക്കി പലതും കിട്ടുമായിരിക്കും. അപ്പം നമ്മളുടെ ബുദ്ധിയെ അപരിമിതമാക്കുകയാണ് അജാതശത്രു എന്ന് ഗുരുനാഥൻ ഇവിടെ ചെയ്യുന്നത്. അപ്പം എന്ത് പറഞ്ഞു? ഈശ്വരൻ എല്ലാറ്റിനും നേതാവാണ്. വായു എല്ലാറ്റിനും നേതാവല്ല. വായു ആരാണ്? ഒരു ദേവത മാത്രമാണ് അല്ലെ, പഞ്ചമഹാഭൂത ദ്വിതീയ ഭൂതം മാത്രമാണ്. ഭഗവാൻ മഹാപ്രളയം വരുമ്പോൾ ഈ മഹാഭൂതങ്ങളൊക്കെ നശിക്കുക ഇല്ല. അപ്പം ഇതിനെ സൃഷ്ടിച്ച ആൾക്ക് തന്നെ ഇതിനെ ഇല്ലാണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നീ സൃഷ്ടികർത്താവിനെ ഉപാസിക്കൂ, അല്ലെങ്കിൽ ഞാൻ ഉപാസിക്കുന്നത് ആ സൃഷ്ടികർത്താവിനെ ആകുന്നു. ആ സൃഷ്ടികർത്താവിന്റെ ലക്ഷണം പറയാണ്, ഇന്ദ്രനാകുന്നു, എല്ലാറ്റിനും നേതാവാകും. ഇനി അടുത്ത വാക്ക്, അടുത്തത് എന്താണ്? വൈകുണ്ഠ. പരമാത്മാവ് വൈകുണ്ഠനാകുന്നു, വൈകുണ്ഠ സ്വരൂപിയാണ് ഈശ്വരൻ. പരമാത്മാവിന്റെ അടുത്ത ലക്ഷണം അതിന്റെ എഴുതിക്കോളൂ, വിഗതഃ കുണ്ഠഃ ഇതി വൈകുണ്ഠഃ എന്നാണ്. പരമാത്മാവിന് ഒരു വിഗതഃ ഇല്ല. എന്ത്? കുണ്ഠഃ. കുണ്ഠഃ എന്ന് വെച്ചാല് ദുഃഖം. വൈകുണ്ഠം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? ഭഗവാൻ വൈകുണ്ഠവാസിയാണ്. വൈകുണ്ഠം എന്നത് ഒരു ധാമമല്ല. വൈകുണ്ഠം എന്താണെന്നാണ്? എവിടെയാണോ ഒരു ദുഃഖവും ഇല്ലാതെ ഇരിക്കുന്നത്, ഒരു ദുഃഖവും ബാധിക്കാതെ ഇരിക്കുന്ന സ്ഥലം, അതിനെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. വിഗതഃ കുണ്ഠഃ ഇതി വൈകുണ്ഠഃ. അങ്ങനെയുള്ള ഈശ്വരനെയാണ് ഞാൻ ആരാധിക്കുന്നത്, അല്ലെ ഞാൻ ഉപാസിക്കുന്നത്. നീ വായുദേവനെ ഉപാസിച്ചോളൂ. വായുദേവതയ്ക്കൊക്കെ ദുഃഖങ്ങളുണ്ട്. കാരണം അവർക്കൊക്കെ എന്താണ്, എപ്പോഴാണ് എൻ്റെ സ്ഥാനം പോകുക അല്ലേ, എപ്പോഴാണ് നാശം ഉണ്ടാകുക എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. ആ പുരാണങ്ങൾ പരിശോധിച്ചോളൂ. ഇന്ദ്രനും വായുദേവനോ അഗ്നിദേവനോ എല്ലാ ദേവതകളുടെയും അവർക്ക് എന്താണ്, എപ്പോഴാണ് ഞങ്ങൾ ഈ ലോകത്ത് നിന്നും പോകേണ്ടത്, ദേവലോകത്ത് നിന്നും ഞങ്ങളെ പുറത്താക്കുക എന്നുള്ള ഭയത്തോടു കൂടി അവർ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴാണ് അസുരന്മാരെ ആക്രമിക്കാൻ വരിക എന്നുള്ള ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഈശ്വരനെ അല്ല ഞാൻ ഉപാസിക്കുന്നത്. ഞാൻ ഉപാസിക്കുന്ന പരമാത്മാവിന് ഒരു കാലത്തും ഒരു ദേശത്ത് വെച്ചും ഒരു ദുഃഖവും ബാധിക്കാത്തവനാണ്. അതുകൊണ്ട് പരമാത്മാവിനെ എന്ത് വിളിക്കുന്നു? വൈകുണ്ഠ സ്വരൂപി എന്ന് വിളിക്കുന്നു. വൈകുണ്ഠം എന്ന് പറഞ്ഞ ഒരു നാടല്ല കേട്ടോ. വൈകുണ്ഠം എന്ന് വെച്ചാൽ എന്താണ്? എവിടെയാണോ ദുഃഖങ്ങൾ ബാധിക്കാതിരിക്കുന്ന അതിനെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അടുത്ത ലക്ഷണം എന്ത് പറയുന്നു? അപരാജിതാഹ. അപരാജിതാഹ സേനാ. അടുത്ത ലക്ഷണമാണ് അപരാജിതാഹ എന്ന് വെച്ചാൽ എന്താണ്? ന അന്തരഃ ന ബാഹ്യഃ ശത്രുഃ. അകത്തും പുറത്തും ഒരു ശത്രുവിനാലും ജയിക്കാൻ സാധിക്കാത്തവൻ, അതാണ് അപരാജിതാഹ സേന. അങ്ങനെയുള്ള സേനയുടെ നേതാവാണ് ഞാൻ ഉപാസിക്കുന്ന
പരമാത്മ. അപരാജിത എന്നുള്ള വാക്ക് നമുക്ക് നാളെ പഠിക്കാം, കാരണം അതിന് ഒരുപാട് വ്യാഖ്യാനമുണ്ട്. ന സ്വപ്നേ പരാജിതം ദർശയതി അനുഭവതി ഇത്യാദി ഇത്യാദി ലക്ഷണങ്ങളുണ്ട്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. അതായത് സ്വപ്നത്തിൽ പോലും ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്തവനാണ്. അതാണ് ന സ്വപ്നേ പരാജിതം ദർശയതി എന്ന്. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം.